അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല നാടൻ ക്യാരറ്റ് തോരനാണ്. ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് നമ്മുടെ തോരൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. നാടൻ ക്യാരറ്റ് തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് 3 ക്യാരറ്റാണ്. അത് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് ഇങ്ങനെ ചെറുതായിട്ട്. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത്, അതേപോലെ തന്നെ ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത്, 3 പച്ചമുളക്. പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ച് വ്യത്യാസം വരും. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചീനച്ചട്ടി ചൂടാക്കാൻ വയ്ക്കാം. അപ്പോൾ ഞാനൊരു ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 വറ്റൽമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില. ഇതിലേക്ക് ഇനി നമ്മുടെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. ഇതിലേക്ക് നമുക്ക് ആദ്യം പച്ചമുളകും അതേപോലെ തന്നെ സവാള കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയ തീയിലാണ് വച്ചേക്കണത്. ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ചെറിയ തീയിൽ തന്നെ വെച്ചാൽ മതി, വെള്ളമൊന്നും ചേർക്കണ്ട. ഇപ്പോൾ അതാ 2 മിനിറ്റ് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് തുറന്നിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ക്യാരറ്റൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. എനിക്കിവിടെ ഇച്ചിരി കുറവാണ്, കാരണം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. തുറന്ന് തന്നെ വെച്ചാൽ മതി. 2-3 മിനിറ്റ് നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മുടെ തോരൻ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരണം. അതേപോലെ തന്നെ നമ്മുടെ തേങ്ങ ഒന്ന് വെന്ത് വരണമല്ലോ. അപ്പോൾ അതാ ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ തോരനൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിന് മുമ്പ് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി ഇതൊരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ ക്യാരറ്റ് തോരൻ. നല്ല എളുപ്പമല്ലേ ഉണ്ടാക്കാൻ. അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും. അതും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.